ബഹീർമ വൈജതയ്ക്കുമേലെ വീണ വിജ്ഞാനത്തിൻ്റെ വെയിലായിരുന്നു. മാനത്തിനപ്പുറമുള്ളത് തൊട്ട് മനസ്സിൻ്റെ ആഴത്തിലുള്ളത് വരെ എല്ലാം അയാൾ തൻ്റെ സിദ്ധികൾ ഉപയോഗിച്ച് മനസ്സിലാക്കി. മനുഷ്യരുടെ ബുദ്ധിക്ക് താങ്ങാനാവുന്ന അറിവുകളെല്ലാം അവരുമായും പങ്കുവച്ചു. ആ അറിവുകൾ നുകർന്ന് വൈജതയിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ ഉയർന്നു. വീട് കെട്ടാനും വസ്ത്രം നെയ്യാനുമൊക്കെയുള്ള പുതിയ രീതികൾ അവർ പഠിച്ചു. പണ്ട് അജ്ഞാനം കൊണ്ടവർ ഭയന്നിരുന്ന പേമാരിയെയും മിന്നൽ പിണറിനെയും കൊടുങ്കാറ്റിനെയും വന്യജീവികളെയുമെല്ലാം തങ്ങളുടെ ചങ്ങാതിയാക്കാനും വേണ്ടിവന്നാൽ വരുതിക്ക് നിർത്താനുമുള്ള വിദ്യകൾ അവർ വശപ്പെടുത്തി. പക്ഷേ ഹേഷ എന്നൊരു ചെറുപ്പക്കാരന് ബഹീർമ പകർന്ന അറിവുകളേക്കാൾ താൽപ്പര്യം അവ നേടാൻ അയാൾ ഉപയോഗിച്ച സിദ്ധികളിലായിരുന്നു. ആ സിദ്ധികൾ പഠിപ്പിച്ചു തരണമെന്ന അഭ്യർത്ഥനയുമായി അവൻ ബഹീർമയെ സമീപിച്ചു. എന്നാൽ അവൻ്റെ ശരീരമോ ബുദ്ധിയോ അവ സ്വായത്തമാക്കാൻ പര്യാപ്തമല്ലെന്നും അവ അവന് പകർന്നു കൊടുത്താൽ അവൻ ചിന്നിച്ചിതറിപ്പോവുകയാണ് ഉണ്ടാവുകയെന്നും ബഹീർമ അവനെ പറഞ്ഞു മനസ്സിലാക്കി. ഹേഷ നിരാശനായി. അവൻ്റെ വിഷമം കണ്ട് ബഹീർമ പറഞ്ഞു, അത്ര തീവ്രമായ ആഗ്രഹമുണ്ട് നിനക്കെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നഗേത നദി ചെന്നവസാനിക്കുന്നത് ഏറ്റവും പടിഞ്ഞാറുള്ള ഒരു പടുകൂറ്റൻ ഗർത്തത്തിലേക്ക് പതിച്ചാണ്. ആ ഗർത്തത്തിലേക്ക് ഇറങ്ങുക വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. ഇന്നേ വരെ ഒരു മനുഷ്യനും അത് സാധിച്ചിട്ടില്ല. അതിലേക്കിറങ്ങി അതിനുള്ളിൽ 1 വർഷം ജീവിക്കണം നീ. എങ്കിൽ ഒരു പക്ഷേ ചിലതെല്ലാം നിനക്ക് കൈവന്നേക്കാം. ബഹീർമ നിർദ്ദേശിച്ച ഉദ്യമത്തിലെ അപകടങ്ങളൊന്നും ഹേഷയ്ക്ക് യാതൊരാശങ്കയും ഉണ്ടാക്കിയില്ല. അവൻ ഉടനെ തന്നെ നഗേത നദിയുടെ ഓരം ചേർന്ന് യാത്ര തുടങ്ങി. ആ ഗർത്തത്തിലെത്താൻ 36 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. 36-ാം നാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴും അവൻ്റെ ആവേശം ഒരു തരി പോലും താഴ്ന്നിരുന്നില്ല. ഗർത്തത്തിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ വെല്ലുവിളികളും ആ ആവേശത്തിന് മുന്നിൽ നിസ്സാരമായിരുന്നു. ഗർത്തത്തിൻ്റെ അടിത്തട്ടിലെ അന്ധകാരം പോലും അവനെ ഭയപ്പെടുത്തുകയോ തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തില്ല. ഇതേ സമയം തൻ്റെ പ്രിയങ്കരരായ മനുഷ്യവംശത്തിന് ഒരു സമ്മാനം നൽകാൻ തീരുമാനിച്ചിരുന്നു ബഹീർമ. വേഭനമെന്ന അതിവിശിഷ്ടമായ ലോഹം. വേഭനത്തിൻ്റെ അയിരിൻ്റെ ഏറ്റവും വലിയ ശേഖരം വടക്കൻ കാട്ടിലെ പർവ്വതങ്ങൾക്കുള്ളിലായിരുന്നു. വടക്കൻ കാട്ടിൽ മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ്. അത് ഭീമവർഗത്തിൽപ്പെട്ടവരുടെ അധീനതയിലാണ്. 20 അടിയോളം ഉയരവും 700 വർഷത്തോളം ആയുസ്സുമുള്ളവരാണ് വൈജതയിലെ ഭീമന്മാർ. അവരുടെ സഹായത്തോടെ ബഹീർമ അയിര് ഖനനം ചെയ്തെടുത്തു. തങ്ങൾക്ക് കിട്ടിയ പുതിയ സമ്മാനത്തിൻ്റെ സാധ്യതകൾ മനുഷ്യരെ കുറച്ചൊന്നുമല്ല ആഹ്ലാദിപ്പിച്ചത്. വേഭനമുപയോഗിച്ച് ത്വരയേറ്റുന്ന തിളക്കമാർന്ന ആഭരണങ്ങളും തുളച്ചിറങ്ങുകയും തച്ചു തകർക്കുകയും ചെയ്യുന്ന ആയുധങ്ങളും പണിയാൻ അവർ ബഹീർമയിൽ നിന്നും പഠിച്ചു. മുമ്പ് കിട്ടിയ ഏതറിവിനേക്കാളും ആ ലോഹം അവരെ സന്തോഷിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ വേഭനം അവർക്കിടയിലെ ഏറ്റവും മൂല്യമുള്ള വസ്തുവായി മാറി. ആ മൂല്യത്തിൽ മയങ്ങിപ്പോയ അവർ വൈകാതെ അതിനെ ചൊല്ലി പോരടിക്കാനും തുടങ്ങി. വേഭനത്താൽ വെറിപിടിച്ച് പോരാടാനുള്ള ഹരം കയറി അവർ ചോര ചിന്താൻ തുടങ്ങി. മൂർച്ചയേറിയ ആയുധങ്ങളും അതിലും മൂർച്ചയുള്ള ചതിയുമടക്കം പല സങ്കേതങ്ങളും ആ കലഹങ്ങളിൽ അവർ പരസ്പരം പ്രയോഗിച്ചു. പോര് നിർത്താൻ ബഹീർമയുടെ വാക്കുകൾക്ക് ഒട്ടും തന്നെ പ്രാപ്തിയുണ്ടായില്ല. വിറളി പിടിച്ച് കൊല ചെയ്യാനും വെട്ടിപ്പിടിക്കാനും തട്ടഹസിക്കുന്ന മനുഷ്യരുടെ ബഹളങ്ങൾക്കിടയിൽ ബഹീർമയുടെ ശബ്ദത്തിന് ജീവൻ പോരായിരുന്നു. ഒടുവിൽ എല്ലാം അടക്കാനും ഒടുക്കാനും നിശ്ചയിച്ച് ബഹീർമ വേഭനം മനുഷ്യരിൽ നിന്നും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. പ്രപഞ്ചത്തിലെ സകല വിജ്ഞാനങ്ങളും കരസ്ഥമാക്കിയ ഒരുവനെടുത്ത ബുദ്ധിശൂന്യമായ തീരുമാനമായിരുന്നു അത്. മനുഷ്യരെല്ലാം അയാൾക്ക് നേരെ തിരിഞ്ഞു. അവരയാളെ ആക്രമിക്കാൻ തുടങ്ങി. അറിവു നേടാൻ ഉപകരിച്ച സിദ്ധികൾ കൊണ്ട് ബഹീർമയ്ക്ക് തൻ്റെ ഉയിര് കാക്കാൻ സാധിച്ചില്ല. അവരുടെ പ്രഹരങ്ങളും ആയുധപ്രയോഗങ്ങളുമേറ്റ് ബഹീർമ മരിച്ചു വീണു. ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നതിൻ്റെ വ്യാപ്തിയെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ മനുഷ്യർ കലഹം തുടർന്നു. പോരിൽ വീണവർ മണ്ണിലാണ്ടു. അവശേഷിച്ചവർ ബഹീർമ പഠിപ്പിച്ച വിദ്യകൾ ഉപയോഗിച്ച്
പ്രകൃതിയെ അധീനപ്പെടുത്താൻ തുടങ്ങി. ബഹീർമ സമ്മാനിച്ച വേഭനവും ജന്മം കൊണ്ട് കിട്ടിയ വന്യതയും കൊണ്ട്.